സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം 1 ചൈതന്യം ഭാഗം 15 ബോധവികാസമാണ് ഈശ്വരാനുഭവം. അണുസംക്രമങ്ങളുടെയും രാസരസപ്പിണറുകളുടെയും അഭിനിവേശ വിഭ്രമങ്ങൾ മുഖേനയാണ് ഇന്നുള്ള വണ്ണം അനുപൂരകമായ ഐക്യം ആത്മനിലും ബ്രഹ്മനിലും ആവേശിച്ചത്. പ്രകൃതിയോടും കാലാവസ്ഥയോടും രോഗങ്ങളോടും ഏറ്റുമുട്ടി മനുഷ്യൻ്റെ ശരീരത്തിലും മസ്തിഷ്കത്തിലും ഉണ്ടായ അണുസംക്രമങ്ങളുടെയും രാസരസപ്പിണറുകളുടെയും അവാച്യമായ വിഹുലതകളിൽ നിന്ന് പരിവർത്തനപ്പെട്ട ജനുസ്സാണ് ആധുനിക മനുഷ്യൻ. മനുഷ്യജന്മങ്ങൾ പിറവികൊണ്ടപ്പോൾ മനുഷ്യരുടെ ദഹന വ്യവസ്ഥയും ശരീര അവസ്ഥയും ഇന്നുള്ള നിലയ്ക്ക് ആയിരുന്നില്ല. അതും അനവധിയായ അണുസംക്രമങ്ങളും രസസംക്രമങ്ങളും ചേർന്ന് പരിവർത്തനപ്പെട്ടതാണ്. ഇരുമ്പ് ഉരുക്ക് ആക്കുകയും ഉരുക്ക് കാന്തമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഭൂകാന്തികത അറിയുന്നതിനുള്ള ശേഷി ഇരുമ്പിന് കൈവരികയുള്ളൂ. ഭൂകാന്തികത അനശ്വരം അഭംഗുരം തുടരുന്നുണ്ടെങ്കിലും കാന്തം ഇരുമ്പായിരിക്കുമ്പോൾ കാന്തികതയുടെ ബോധം അവയ്ക്ക് അന്യമാണ്. അതുപോലെ മനുഷ്യൻ ജന്തുവായിരുന്ന യുഗങ്ങളിൽ മനുഷ്യന് ബ്രഹ്മചൈതന്യത്തെ കണ്ടറിയുന്നതിന് കഴിഞ്ഞിരുന്നില്ല.